ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ പുതിയ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ട പോലെ നമ്മൾ പോകാൻ പോകുന്നത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് ഗൈസ്. നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാക്കിൽ കാണുന്ന കൊമ്പൻ ബോംബെയാണ് ഗൈസ്. ഇതിൻ്റെ ലിവറിയോ മോഡോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അയച്ചാൽ മതി ഗൈസ്. ഞാൻ അയച്ചിരുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്തായി. അപ്പോൾ ഗൈസ്, ഇനി ഏതായാലും നമുക്ക് ഇവിടുന്ന് നേരെ പോയേക്കാം. എടാ മാക്സ്, നീ ഉറങ്ങിയോടാ? ഞാൻ ഉറങ്ങിപ്പോയാണ്. എന്നാൽ മര്യാദക്കാടി ഇരിക്കുക, എന്നാലോ ഉറങ്ങാണ്ടിക്കൂ. ഞാൻ ഉറങ്ങാട്ടാണ്, നമുക്ക് ഉറങ്ങാണ്ടിരിക്കാൻ കഴിയില്ല. ഇനി നീ ഉറങ്ങി ഈ ബസ്സിൽ നിന്ന് അതിനെ ചവിട്ടി പുറത്താക്കും. അതുകൊണ്ട് ഞാൻ ഇനി ഉറങ്ങാണ്ടിരിക്കൂല. ഞാൻ ഫുൾ ആക്റ്റീവിനി. ഇയാൾ തന്നെ എല്ലാ സ്ത്രീകളും കുടുംബശ്രീക്കും ആക്കാൻ തോന്നും. അത് ശരിയാ. റോട്ടുമ്പോ ഫുള്ള് പെണ്ണുങ്ങളാണ്. ഇത് എത്ര ആള്? നിനക്കെല്ലാം മര്യാദക്ക് പുഴക്കിരുന്നു പാത്രം കഴിക്കൂടെ? അവർക്കെല്ലാം നീ പൈസ കൊണ്ട് കൊടുക്കുക? ഞാനാ വേണ്ട, അവര് പണിക്ക് പോയിക്കോട്ട്, പാത്രമൊന്നും കഴിക്കണ്ട. അന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പോന്നൊന്നും ഓർമ്മയില്ല. നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ പോന്നോടാ. ബീച്ചിലാ? അത് പൊളിച്ചാന്ന്. ആദ്യമായിട്ട് അങ്ങനെ ബീച്ചിൽ പോക്കാണ് നമ്മൾ ഈ ബസ് എടുത്തിട്ട്. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആയിരുന്നടാ ബീച്ചിൽ പോകാന്ന്. നമ്മൾ കുറേ ദിവസമായില്ലേ ബീച്ചിലൊക്കെ പോയിട്ട്. ദിവസം ഇങ്ങനെ വെറുതെ ഇരിക്കലല്ലേ വീട്ടിൽ. അത് സത്യം. ഞാൻ അണ്ണനോട് അന്നേ വിചാരിക്കുന്നു എവിടെയാ പോവാൻ വയനാട് നാട്ടോ. ഇനി ഒരു ദിവസം നമുക്ക് വയനാട് ചുരത്തി പോവാട്ടാ. ഒരു ദിവസം പോവാടാ. നമുക്ക് എത്ര ദിവസം ഉണ്ട് തന്നെ പോവാൻ. നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാമാർ 100 സബ്ബാക്കിയാൽ നമ്മൾ ഈ മാപ്പ് ഫുൾ പോവും. അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും 100 സബ്ബാക്കി തന്ന എന്നെ കൂട്ടിയിട്ട് അണ്ണൻ എല്ലാവരെയും പോവും. പ്ലീസ് എല്ലാവരും ഷെയർ ചെയ്തിട്ട് 100 സബ്ബാക്കിയാ അത്രയും നല്ലത്. അപ്പോൾ ഗൈസ്, മാക്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ സബ്ബാക്കിക്കോളി, 100 ആക്കിക്കോളി. അതാവുമ്പോൾ നമുക്ക് മാക്സിനെ ഫുൾ മാപ്പ് കൊണ്ടുപോകാം. അല്ല, എത്രയുള്ളൂ അണ്ണാ. നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത്? നമ്മൾ ലക്കിടിയിൽ എത്തുന്നത്രയുടെ എന്നും കുറേ പോകാനുണ്ട്. അണ്ണാ മറ്റേ കാര്യം പറയാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. മറ്റേ കാര്യ? ഏത് കാര്യം? അണ്ണാ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത് 100 സബ്ബായാലേ. ഓ മനസ്സിലായി. അപ്പോൾ ഗൈസ്, നമ്മുടെ മാക്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഒരു അടിപൊളി ഗിവ് അവേ ഉണ്ട്. അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിനായിട്ട് 100 സബ് ആവണം. അടിപൊളി ഗിവ് അവേ ആണ്. നിങ്ങൾ എന്തായാലും പങ്കെടുത്തോ ഗൈസ്. 2 പ്രൈസ് ഉണ്ട്. പ്രൈസ് ഇപ്പം പറയുന്നില്ല, അന്നേരം ഞാൻ പറയാൻ ആലോചിച്ചില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ 100 സബ് വേഗം ആക്കിക്കോളി. എന്നിട്ട് നിങ്ങൾ ഗിവ് അവേയിലും അങ്ങ് പങ്കെടുത്തോളി. അത് ഗൈസ്, എല്ലാവരും പങ്കെടുത്തോളി, എന്നിട്ട് ഗിവ് അവേ നേടിക്കോളി. അത്രേ ഉള്ളൂ. അണ്ണാ എനിക്ക് ചുരത്തിൻ്റെ അവിടെ ഓടിക്കാൻ തരണേ. ചുരത്തിൻ്റെ അവിടെ തന്നെ ആണെങ്കിൽ ചുരത്തിൻ്റെ അവിടെ തന്നെ വേണം. ഇവിടെ തന്നെ ഓടിച്ചോടാ. വേണ്ട, നമുക്ക് ചുരത്തിൻ്റെ അവിടെ മാത്രം മതി. എന്നാ നീ ആടുന്ന് ഓടിക്കും. കൊണ്ടുപോയി കനാലിലെങ്ങാട്ട് ഇട്ടിട്ട് നിന്റെ ചള്ളങ്ങാൻ പൊട്ടിച്ചു തരുവാ. കെനാലൊന്നും കൊണ്ടിടൂല. അണ്ണൻ എന്താ പറയുന്നേ? അണ്ണനെയാ ഞാൻ കൊണ്ടിടണ്ടേ? പിന്നാരെ കൊണ്ടിടണ്ടേ? അണ്ണനും തുള്ളണം, ഞാനും തുള്ളു. ഈ ബസ് കനായി പോയിക്കോട്ടെ. ഇങ്ങോട്ടൊന്ന് വേണ്ട ഞാൻ എടുത്തന്നെ ഒന്നോളാ. അതിന്റെ അടുത്ത് ഇടുന്ന മുട്ട വെക്കാൻ വന്നേ ആരോ? മുട്ട വെക്കാനാ? എന്താണെന്നാ പറയുന്നേ? അല്ല, നീയല്ല പറഞ്ഞേ അണ്ടന്റെ അർത്ഥം മുട്ട. അന്റെ അടുത്ത് മുട്ടാന്നാ? അത് ഇവിടുത്തെ ഭാഷയാ. അന്റെ ഭാഷയിൽ അങ്ങനെയൊന്നില്ലേ? ചോരത്തി നിർത്തേ. എന്തിനാ നിർത്തുന്നേ? അനക്ക് ഓടിക്കണ്ടേ പിന്നെ? എന്നാ നീ ഓടിക്കുന്ന. അപ്പൊ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി ഞാന് പറപ്പിച്ചങ്ങ് വിടാൻ പോവുകയാണ്. ഞാനീ ഇങ്ങോട്ട് പ്രോ ഡ്രൈവറിലാണ് ഞാൻ ഓടിക്കുക. എടാ ചെറുങ്ങനെ പോടോ. ഇതെന്ത് പറപ്പിക്കുന്നേ? ഇതെന്ത് ചെറുങ്ങനെയാ പോകുന്ന? ഇതിന് ഇത്ര ഫാസ്റ്റ് ഉള്ളൂ. എനിക്ക് പിന്നെ ചുരത്തുനിന്ന് എത്ര ഫാസ്റ്റ് ആടാ വേണ്ടേ? കുറച്ചും കൂടി ഫാസ്റ്റ് കിട്ടിയാ കൊള്ളാമായിരുന്നു അണ്ണാ. ഇനി ഭയ കൂട്ടിയിരിക്കണേ. ഞാനൊരു പാട്ട് പാടാൻ നോക്കാം. മനമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി, മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. മനമുള്ള പൂന്നുള്ളി മുടിയിൽ ചുടി, മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. പഞ്ചാര പായസം ഉണ്ണുന്ന മാടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണുവെക്കും. പെണ്ണേ നെഞ്ചിൽ മിന്നി കൂടാൻ ഞാൻ കുന്നോളം പറയാനുണ്ടേരി വാവാ കനിമലരേ, നീ വാവാ കനിമലരേ. ഇതൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നടാ? അല്ല, അത്രേ ഉള്ളൂ. അല്ല, എന്റെ കൈ വാങ്ങിച്ചപ്പോ എനിക്ക് പാട്ട് പാടാൻ എനിക്ക് കഴിവ് തന്നു. അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഇത്. അത് പണ്ട് ഒരു ഇതായിട്ട് എനിക്ക് തന്നു. അതുണ്ടാണ്ട് എനിക്കൊരു ഇതായി. അതുള്ളതുകൊണ്ട് ഞാൻ ഇതുമായിട്ടൊരു ഇത് പോന്നു. ഇതാണ് അതിൻ്റെ ഒരു ഇതാണ് ഇത്.
ഓക്കെ? തനിക്ക് എന്തോന്ന് പറ്റിയടാ? പാട്ട് പാടിയതിന് ശേഷം എന്തെല്ലോ ആയല്ലേ നിനക്ക്? അല്ലാതെ അതെല്ലാം പിടി. ഞാൻ ഡ്രൈവിംഗ് ചെയ്യുന്ന സ്കിന്നിൽ നോക്കിട്ട് ഓവർടേക്ക് ചെയ്താ സ്കിന്നാണ് എൻ്റെ. അണ്ണനിത് കണ്ടോളൂ. ഞാനിപ്പോ നേരെ പോയിട്ട് ബ്രേക്ക് പിടിക്കാണ്ടാവാൻ നോക്കുന്നത്. എൻ്റെ ഒരു കഴിവ് നോക്ക്. ഫുൾ ആക്സിഡന്റ് 24 ഞാൻ ചോരം പേരകീന്ന്. അണ്ണനക്ക് എന്തെങ്കിലും ഓടിക്കാൻ കഴിയും? ഇതൊന്നും നോക്കണ്ട, ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നതാണ്. അണ്ണനക്ക് വേറെ ഇല്ലാത്ത കഴിവ് എനിക്കുണ്ട്, ഡ്രൈവിംഗ് സ്കില്ല്. അണ്ണനക്ക് കൂടുതൽ കഴിവ്. ആ ഇതാ നോക്കിക്കോ, ഇതാ ഫുൾ ആക്സിഡന്റ്. ഒന്നുകൂടി പെടുന്നില്ല. കണ്ട അന്റെ കഴിവ് കണ്ട് പടി. നല്ല കഴിവുണ്ട് നിനക്ക്. എന്നിട്ടല്ലേ ഈലൂട്ട പോന്ന്? അപ്പുറത്തൂട്ടിയാന്ന് നമ്മുടെ വഴി, നീ ഇതിലൂടെയാന്ന് പോന്ന്. ഇത് റോങ് വേ ആണ്. ഇതെങ്ങാണ്ട് ക്യാമറയിൽ കണ്ടിടെങ്കിൽ നിന്റെ കഥ താൻ കഴിക്കുവാ. അതൊക്കെ ഞാൻ പോലീസിനോട് വിളിച്ചു പറഞ്ഞേ. ഞാൻ റോങ് വേ എല്ലാം കിടക്കും, അതിനായിട്ട് നിങ്ങൾ നിയന്ത്രിക്കണമെന്ന്. നിന്റെ അമ്മാവനല്ലാടിയിരിക്കുന്നു. അത് അമ്മാവന്റെ ബന്ധത്തിലെ അമ്മാവന്റെ അനിയന്റെ ഏട്ടന്റെ മൂപ്പറ മോനായിട്ട് വരും. ആടെ ഇരിക്കുന്ന പോലീസ്. ഇത്രയും വലിയ ബന്ധമൊക്കെ ഉണ്ടോ? പിന്നെ എനിക്കത്ര ബന്ധമുണ്ട്. ഇവിടെ ഇനി ഒരു വീട് വരുമോ? ആടെ എൻ്റെ ഏട്ടമൂസറിന്റെ മൂപ്പറിന്റെ അനിയത്തിന്റെ മോളെ വീടാണ് ആടെ കാണുന്നത്. എടാ, അതിന്റെ അനിയത്തിന്ന് പറഞ്ഞ പോരെ ഇങ്ങനെയെല്ലാം പറയണ? അതെല്ലാം നമുക്ക് അങ്ങനെ തന്നെ പറയണം. വലിയ വലിയ ബന്ധങ്ങളാക്കുമ്പോൾ നമ്മുടെ ബന്ധം വലിയതാവുക. നമ്മുടെ ബന്ധം വലുതാകുമ്പോൾ നമ്മൾ എന്താകും? വലിയ വലിയ കുടുംബക്കാരാകും. നമുക്കൊരാവശ്യം വന്നാലും വലിയ വലിയ കുടുംബക്കാരോട് ചോദിച്ചാൽ നമ്മൾ ആ വലിയ വലിയ കുടുംബക്കാരാണ് പണം തരും. ആ വലിയ വലിയ കുടുംബക്കാർ പണം തരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോടീശ്വരന്മാരാവും. ഗൈസ്, ഇപ്പം നമ്മളങ്ങനെ കണ്ണൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് അടുത്താണ് ഗൈസ് നമ്മുടെ ബീച്ച് വരുന്നത്. ഇവിടുന്ന് സൈഡോട്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഗൈസ് നമ്മുടെ ബീച്ച്. ഇവിടെ അടുത്താണ്, പയ്യാമ്പലം ബീച്ചിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഇതാ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു കട്ട് റോഡ് നോക്കണം ഗൈസ്. അപ്പോൾ മാക്സ്, നിൻ്റെ ഇതൊക്കെ കഴിഞ്ഞാടാ? മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞാടാ? അത് കഴിഞ്ഞാൽ അതിനെന്താ കുഴപ്പമോ? നല്ല ക്ലാസ്സില്ല. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കൂ. പോകുമ്പോ കുറച്ച് ഞാൻ പറഞ്ഞുതരാട്ടാ. എനിക്ക് വേണ്ട പറഞ്ഞാലൊന്നും വേണ്ടട്ടെ, നീ അവിടെ മിണ്ടാണ്ടെന്നായി. ജീവിതം ഒന്നേ ഉള്ളൂ, പക്ഷെ പഴം അത് 4 എണ്ണമുണ്ട്. എപ്പോഴും ചില്ലായിരിക്കണം, ലൈഫ് എൻജോയ് ചെയ്യണം. ഓരോ നിമിഷവും മറ്റുള്ളവരെ കൊണ്ട് പഴം എന്നെ വിളിപ്പിക്കരുത്. പഴത്തൊലി ചവിട്ടി വീഴരുത്. പലരും പറയും, ജസ്റ്റ് മൂവ് ഓൺ. അതൊന്നും മൈൻഡ് ചെയ്യരുത്. പഴത്തിന് മധുരം ഉണ്ടാവോ? പഴത്തൊലിക്ക് വെറും ചവർപ്പായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ? പഴത്തൊലി കളയണം, പഴം തിന്നാം. നീ എന്തൊക്കെയാടേ ഈ പറയുന്നു? ഒരു യോജിപ്പുള്ള എന്തെങ്കിലും പറയടേ. അങ്ങനെ ആരാലും തോൽപ്പിക്കാൻ കഴിയുന്നവരായിരുന്നില്ല അവർ. ബൈക്ക് തൂക്കിയിടുക, വേസ്റ്റ് ബാസ്കറ്റ് റോട്ടിൽ കൊണ്ടുപോയിടുക, സ്വർഗത്തിലേക്ക് തുറുമ്പാവുക, കഷ്ടപ്പെട്ട് പണിത പാലം തകർക്കുക, നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇറക്കി പാർക്ക് ചെയ്യുക, കിക്കറാണെന്ന രീതിയിൽ ഡബിൾ സ്റ്റാൻഡ് അടിച്ച് വണ്ടിയെ മാനസികമായി തളർത്തുക, ഈസ്റ്റ് കൊടുത്ത് വെള്ളത്തിൽ തള്ളിയിടുക പോലുള്ളവയായിരുന്നു അവരുടെ ഹോബികൾ. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടുന്നടാ? അതെല്ലാം എന്റെ കഴിവ്. എന്റെ കഴിവ് വേറെ തന്നെയാണ്. അന്നെനിക്ക് പറഞ്ഞാൽ മനസ്സിലാണ്. എന്റെ കഴിവ് ഹൈക്കൈവാണ്. എന്റെ കഴിവ് ആർക്കും കിട്ടൂല. അതാണ് എന്റെ പ്രത്യേകത. അന്നാ നമ്മള് ബീച്ചെത്തിയല്ലേ, ആ ചേച്ചിയൊന്നും കൂട്ടുന്നിട്ട് നമുക്ക് വിളക്കാം. അത്രയുള്ളൂ. നമ്മൾ ബീച്ചിനെത്തി, നമ്മൾ ബീച്ചിലെത്തിയല്ലോ. തനിക്ക് എന്തോന്ന് പറ്റിയടാ? നമുക്കിനി ബസ്സൊക്കെ പാർക്ക് ചെയ്യണം. ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. ഇവിടെ ബസ് ഓടിച്ച് കളിക്കാൻ ഗൈസ് നല്ല സ്ഥലമുണ്ട്. അങ്ങനത്തെ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ബസ്സിന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പേ ബസ് ഫുള്ളൊന്ന് ലേറ്റ് ഉള്ളു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങ് ഓണാക്കിയേക്കാം. അതിനായിട്ട് നമുക്ക് എല്ലാ ലൈറ്റും ഒന്ന് ഓണാക്കി ഇട്ടിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഓൾ ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ ഓവറോൾ ലുക്ക് ഇതാണ്. ഇയാളിതൊന്ന് കാണിക്കുന്നു കുറേ നേരമായാലും പിരാന്നടിക്കുന്നത്. ഈ ഐഡ് സ്ക്രീനാക്കി ഇതാ കുഴപ്പം. നമുക്ക് തുള്ളാൻ ഒന്നും പറ്റൂല ഗൈസ്. ഐഡ് സ്ക്രീനാക്കിയോണ്ടൊന്നും കാണൂല ഗൈസ്. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ലുക്ക്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പയ്യാമ്പലം ബീച്ചിലാണുള്ളത്. നമ്മളങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. അപ്പോൾ ഗൈസ് മാക്സ് ഉള്ളിലുണ്ട് ഗൈസ്. നമ്മൾ നൈറ്റാണ് എത്തിപ്പോയത്. അതാണ് ഏറ്റവും വലിയ ചൊറ ഗൈസ്. രാവിലെ പോകുന്ന വീഡിയോ ഒന്നിക്കൽ ഇടാൻ നോക്കാം ഗൈസ്, ഈവനിങ് എത്തുന്ന ടൈം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. പീസ്.